ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ ഈ വീഡിയോ കാണാതെ പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന എല്ലാ വിഷയങ്ങളും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഒരു മർത്തബയുണ്ട്. ആ മർത്തബ ഒരു പക്ഷേ നിങ്ങളാരും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. ആ മർത്തബയനുസരിച്ച് നമ്മൾ നിസ്കരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. റബ്ബിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ജൗഫുൽ ലൈൽ എന്ന് പറയുന്ന രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ എത്ര സമയമാണ് അങ്ങനെ നിസ്കരിച്ചിരുന്നത്. പക്ഷേ ഈ തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന് 4 കാറ്റഗറികളുണ്ട്, 4 മർത്തബകളുണ്ട്. ആ 4 മർത്തബകളിൽ നിങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏതു മർത്തബയിലാണ്, ഏത് സ്ഥാനത്താണ് പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് കൂടുതൽ ഉപകരിക്കും, ഇത് മുഴുവൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ കാരണമാകുന്ന 8 കാര്യങ്ങളുണ്ട്. ചില ആളുകൾ പറയും, ഉസ്താദ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അത് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ ഈ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിരിക്കണം. ആ 8 കാര്യങ്ങളിൽ 4 പ്രത്യക്ഷമായതും 4 പരോക്ഷമായതുമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ വിവരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ ഉച്ചിയിൽ പിശാച് 3 കെട്ടുകൾ കെട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, വെറുതെ പറയുന്നതല്ല. ആ 3 കെട്ടുകളും അഴിഞ്ഞു പോകണം. അത് അഴിഞ്ഞു പോകാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും എന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ച് നമ്മൾ നല്ല സമയങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ജീവിതം. ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഖൈറും സന്തോഷമൊക്കെ ലഭിക്കാൻ ഈ ഒരു വിഷയം വളരെയധികം ഉപകരിക്കും എന്നുള്ളത് പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. ബുക്ക് ചെയ്യാതെ വന്നാൽ ഇവിടെ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. വന്നവർ തന്നെ പിന്നീട് വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ സമയത്തിനനുസരിച്ച് നമുക്ക് നോക്കി തീർക്കാൻ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളെ സൂചിപ്പിച്ചതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായൊരു നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം, മൃഗങ്ങളെല്ലാം നിദ്രയിലാണ്ട ശേഷം, മനുഷ്യരെല്ലാം കരിമ്പടം പുതച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീയും നിൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരേ ഒരു സമയം, മൂകമാണ് ആ സന്ദർഭം. ഒരു ശബ്ദം പോലും കേൾക്കില്ല. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ്. ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഉള്ളെന്ന് പറയുന്ന ആ സമയത്ത് നീ നിൻ്റെ റബ്ബിലേക്ക് മരം കോച്ചുന്ന തണുപ്പിലാണെങ്കിൽ പോലും വുളൂ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരു മുസല്ല ഖിബിലയിലേക്ക് വലിച്ചിട്ട് നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്യുന്ന ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തഹജ്ജുദുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ, കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറാനൊക്കെ, നമുക്ക് ജോലി ലഭിക്കാനൊക്കെ ദുആ ചെയ്യാൻ പറ്റുന്ന, അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അയാളുടെ തലയുടെ ഉച്ചിയിൽ പിശാച് 3 കെട്ടുകളിടുന്നുണ്ട്. ഓരോ കെട്ടിലും രേഖപ്പെടുത്തും സമയം രാത്രിയിൽ ധാരാളമുള്ളതുകൊണ്ട് സുഖമായി ഉറങ്ങിക്കൊള്ളുക എന്ന് ഓരോ കെട്ടിലും എഴുതി വെക്കുന്ന. അപ്പം നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയിൽ 3 കെട്ടുകൾ പിശാചിലുണ്ട്. ഓരോ കെട്ടിലും സമയം രാത്രിയിൽ ധാരാളമുള്ളത് കൊണ്ട് സുഖമായി ഉറങ്ങിക്കൊള്ളുക എന്ന് എഴുതി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഉണർന്ന് അള്ളാഹുവിനെ ഓർത്താൽ ഒരു കെട്ടഴിഞ്ഞു പോകും. പെട്ടെന്ന് അയാൾ ഉണരുന്നു, ഉണർന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുന്നു. അപ്പോൾ 3 കെട്ടുകളിൽ നിന്നുള്ള ഒരു കെട്ടഴിഞ്ഞു പോകും. പിന്നെ അയാൾ ഉണർന്ന്
പിന്നെ രണ്ടാമത് അയാൾ ഉണർന്നതിന് ശേഷം വുളൂ എടുത്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ കെട്ടഴിയുന്നു. അപ്പോൾ അയാൾ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർക്കുന്നു, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയാണല്ലോ. അപ്പോൾ ഒരു കെട്ടഴിയുന്നു. രണ്ടാമത്തെ കെട്ടെപ്പോഴാണ് അഴിയുക? ആ നിസ്കാരത്തിന് വേണ്ടി വുളൂ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ രണ്ടാമത്തെ കെട്ടും അഴിയുന്നു. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു വീഴുന്നു. അതോടെ അയാൾ ഉന്മേഷമനസ്കനും ആത്മപ്രസന്നനുമായിത്തീരുന്നു. അല്ലാത്ത പക്ഷം അവൻ മടിയനായിത്തീരുന്നു, അലസനായിത്തീരുന്നു, അവനെ നന്ദി കെട്ടവനായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണമാകുന്നു. ഈ ഒരു ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന, ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ള ഹദീസാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ വിവരം നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിവുള്ളതാണോ? ഒന്ന് എഴുതി അറിയിക്കണേ. പലരും ഇത് കേട്ടിട്ടുണ്ടാകാം, ഇത് കേൾക്കാത്തവരുണ്ടാകാം, ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം. ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി രാത്രി എന്ന് പറഞ്ഞാൽ അത് രാത്രി സുബഹിയുടെ മുമ്പിലെ, അപ്പോൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹനെ ഓർക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് പിശാചിട്ട ഒരു കെട്ടഴിയുന്നു എന്നും, രണ്ടാമത്തെ വുളു എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ കെട്ടഴിയുന്നു എന്നും, അതേപോലെ നിസ്കരിക്കുന്ന സമയത്ത് 3 കെട്ടുകൾ പൂർണ്ണമായി അഴിയുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള അടിമയായി മാറുന്നു എന്നീ കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? ഒരുപക്ഷെ പലർക്കും ആദ്യം അറിവായിരിക്കാം. അള്ളാഹു നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ, ഏതൊരാൾ ഉറങ്ങുമ്പോഴും അയാളുടെ തലയിൽ 3 കെട്ടുകൾ ഉണ്ടാകുന്നു. അയാൾ രാത്രി ഉണർന്ന് തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും ചൊല്ലുമ്പോൾ ഒരു കെട്ടഴിയുന്നു. അത് ചെല്ലാൻ ഒരൊറ്റ ദിക്ർ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിൽ തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, തഹ്ലീലുണ്ട്, തക്ബീറുണ്ട്. തസ്ബീഹാണ് സുബ്ഹാനല്ലാഹ്, തഹ്മീദാണ് അൽഹംദുലില്ലാ, തഹ്ലീലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറാണ്. അപ്പം നബി തങ്ങൾ പറയുകയാണ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് 3 കെട്ടുകൾ ഉണ്ടാകും. രാത്രി ഉണർന്ന് തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും ചൊല്ലുമ്പോൾ ഒരു കെട്ടഴിയുന്നു. അള്ളാഹുവിലേക്ക് അഭിമുഖീകരിച്ച് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റു 2 കെട്ടുകളും പൊട്ടുന്നു. നേരം പുലരുവോളം ഇതൊന്നും അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ, നേരം പുലരുന്ന സമയം വരെ ചില ആളുകൾ ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം ഇബാദത്തുകളിലേക്ക് തീരെ സജീവമാകാത്ത ആളുകൾ, അത്തരം ആളുകളാണ് ധാരാളം ആളുകളായിട്ടുള്ളവരല്ലേ. ഖലീലമ്മ യഷ്കുറൂൻ, അടിമകളിൽ നിന്ന് ചുരുക്കം ആളുകൾ മാത്രമാണ് നന്ദിയുള്ളവരായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവർ ആ 3 കെട്ടുകളും ഉള്ളവരായിട്ടാണ് അവർ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇതിൽ ദുരാത്മാവ് എന്ന് പറഞ്ഞല്ലോ, ദുരാത്മാവ് ഉള്ള ആളുകളായി തീരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ദീനിൽ ഫസാദ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് വിരണ്ടോടുകയും ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരാളെപ്പറ്റി ആരോ പറഞ്ഞു നബി തങ്ങളുടെ മുമ്പിൽ. എന്താ പറഞ്ഞത്? അയാൾ നേരം പുലരുവോളം കിടന്നുറങ്ങുമെന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കാറില്ലെന്നും അയാൾ പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു. നിഷേധികൾക്ക് നിഷേധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. മൂത്രമൊഴിക്കുക, എന്നിട്ട് അതിന് നനവില്ലല്ലോ. പിശാച് മൂത്രമൊഴിക്കുക, ചെവിയിലോ പിശാചോ എന്ത് എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാം. പക്ഷെ ഇതൊക്കെ ദീനിൻ്റെ വിഷയങ്ങളാണ്. ഇതൊക്കെ വിശ്വാസികളോടാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അള്ളാഹുവിൻ്റെ വഹയ പ്രകാരമല്ലാതെ അവിടുത്തെ നാക്ക് വളക്കുന്നില്ല ഒന്നും പറയാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹയ പ്രകാരം പറയുന്നതാണ്. അള്ളാഹു നേരിട്ട് പറയുന്നത് വിശുദ്ധ ഖുർആൻ അല്ലേ. അള്ളാഹുവിൻ്റെ വഹയ പ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാക്കിലൂടെ വരുന്നതാണ് ഹദീസ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ നോക്കൂ, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കും. ഇത് നമ്മൾ ചെറുപ്പനാളിലെ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചതാണ്, പല പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടവരായിരിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞ വിഷയം കൂടുതൽ ആളുകളും അറിവില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ രാത്രിയിലെ നിസ്കാരം 5 മർത്തബകളിലാണ്, 5 കാറ്റഗറി, 5 സ്ഥാനങ്ങളിലാണ് രാത്രിയിലുള്ള നിസ്കാരമുള്ളത്.
ഈ 5 സ്ഥാനങ്ങളിൽ നിങ്ങളുടേത് ഏതു കാറ്റഗറിയിൽ, 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ 5-ലാണോ നിങ്ങൾ പെടുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി അറിയിച്ചാൽ അൽഹംദുലില്ലാഹ് ചെയ്യാത്ത ആളുകൾക്കത് പ്രചോദനമാകും അല്ലേ. 1-മത്തെയും 2-മത്തെയും സ്ഥാനങ്ങളിലൊന്നും പെടൂല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളെക്കുറിച്ച് നമുക്കങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റൂല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അത്രയൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ അവസാനിച്ചു അല്ലേ. കാലം ഇങ്ങനെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് വരുന്ന തലമുറയിൽ ഇബാദത്തുകളും അമലുകളൊക്കെ കുറയുന്ന, അങ്ങനെ കുറയുമ്പോഴല്ലേ ഖിയാമത്ത് നാളൊക്കെ സംഭവിക്കുക. ഇൽമിനെങ്ങനെ ഉയർത്തപ്പെടുന്ന, അതിങ്ങനെ ഒറ്റയടിക്ക് ഇൽമ ഇങ്ങോട്ട് ഉയർത്തല്ല, ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തുകയാണ്. അത് നമ്മൾ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ 5 മർത്തബകൾ പറയുന്നുണ്ട്. നിങ്ങളിത് ഏതിൻ്റെ വിഭാഗത്തിലാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഇൻഷാ അല്ലാഹ്. രാത്രിയിലെ 5 നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 4 എന്ന് പറഞ്ഞു തോന്നുന്നു തുടക്കത്തിൽ. അപ്പോൾ 5 മർത്തബകളുണ്ട്. രാത്രി മുഴുവൻ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്നതാണ് 1-മത്തെ മർത്തബ. ഇത് രാത്രി മുഴുവൻ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്നത്. രാത്രി മുഴുവൻ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് 1-ാം സ്ഥാനത്തുള്ളത്. അതിലൊന്നും നമ്മളാരും പെടുന്നില്ല എന്ന് തോന്നുന്നത്. ഞാൻ ഏതായാലും അതിലൊന്നും പെട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. 1-ാം സ്ഥാനത്ത് ഞാൻ പെട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറച്ചു പറയാൻ പറ്റും. നമുക്കൊന്നതിൽ പെടാൻ കഴിയുമെന്നറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതാ 1-ാം സ്ഥാനത്ത്? രാത്രി മുഴുവനാണ് ഇബാദത്ത് കൊണ്ട് സജീവമാകുക. ഏറ്റവും കരുത്തരായ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച പുണ്യാത്മാക്കൾ, സൂഫിയാക്കൾ, സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കളുടെ മർത്തബയാണത്. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത്, ആ മുനാജാത്തിൽ മധുരം കണ്ടെത്തിയവരാണ് അവർ. അവർക്കതിലൊരു ലദ്ദത്തുണ്ട്, ഇബാദത്തിൻ്റെ ഒരു ലദ്ദത്ത് വരാനുണ്ട്. പ്രിയമുള്ളവരെ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷവും വരാതെ, നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിസ്കാരം ഖളാ ആകോ ഇല്ലേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അല്ലാ ഇപ്പം നിസ്കാരം ഖളാ ആവുമല്ലോ എന്നാലോചിച്ചിട്ടാണ് നമുക്ക് വേദന. ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഒരു രാത്രി മുഴുവനും അവർ ഇൻട്രസ്റ്റോടു കൂടെ, രസത്തോടു കൂടെ, മാധുര്യത്തോടു കൂടെ അവരങ്ങനെ രാത്രി മുഴുവൻ ഉറക്കൊഴിക്കുകയാണ്. ആ മർത്തബയിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. അള്ളാഹു അവരോടൊപ്പമൊക്കെ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അവരെ ബറക്കത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അപ്പോൾ അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തുന്നതിൽ മാധുര്യം കണ്ടെത്തിയവരാണ് അവർ. അവരുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ആ നിസ്കാരങ്ങളോ ഇബാദത്തുകളൊക്കെ. ശരീരത്തിൻ്റെയൊക്കെ ഭക്ഷണമാണത്. താബിഈങ്ങളിൽ ഒരു കൂട്ടം മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു ഇത് എന്നാണ്. അത് മഹാനരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മദ്ഹബിൻ്റെ ഇമാം, അവരങ്ങനെയായിരുന്നു. മഹാനരായ സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, അവരങ്ങനെയായിരുന്നു. മഹാനരായ ഫുളൈൽ ബിൻ റിയാദ് റളിയല്ലാഹു അൻഹു, അവരങ്ങനെയായിരുന്നു. മഹാനരായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു, അവരങ്ങനെയായിരുന്നു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. റബീഉ ബിനുൽ ഹൈസം എന്നവരങ്ങനെയായിരുന്നു. ഈ മഹാത്മാക്കളൊക്കെ അള്ളാഹുവിലേക്ക് ഈ രൂപത്തിലാണ് അവർ ഇബാദത്ത് ചെയ്തിരുന്നത് എന്നാണ്. എന്നു മാത്രമല്ല, അവർക്ക് ഇശാഇൻ്റെ വുളൂ കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചവരായിരുന്നു. നമ്മളൊക്കെ എന്നെങ്കിലും ഒരു ദിവസം ഇശാഇൻ്റെ വുളൂ കൊണ്ട് സുബ്ഹ് നിസ്കരിക്കുന്ന ഒരു സന്ദർഭം നമുക്കുണ്ടായിട്ടുണ്ടോ? എൻ്റെയൊക്കെ ഓർമ്മയിൽ എനിക്കങ്ങനെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഒരു പക്ഷേ എണ്ണി നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു മജ്ലിസിൽ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ ഇശാഇൻ്റെ വുളൂ കണ്ടാണ് സുബ്ഹ് നിസ്കരിക്കുന്നത്, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഒരു പക്ഷേ നമുക്കങ്ങനെ ഉണ്ടായിരിക്കാം. ഈ മഹാന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഇശാഇൻ്റെ വുളൂ കൊണ്ടാണ് അവർ മിക്ക ദിവസങ്ങളിലും സുബ്ഹ് നിസ്കരിച്ചിരുന്നത്. 40 ദിവസം ഇശാഇൻ്റെ വുളൂ കൊണ്ട് സുബ്ഹ് നിസ്കരിച്ച മഹാന്മാരുണ്ടായിരുന്നു തുടർച്ചയായിട്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അപ്പോൾ 1-മത്തെ സ്ഥാനം ഇതാണെന്ന് മനസ്സിലായല്ലോ. ഈ 1-മത്തെ സ്ഥാനത്തിൽ നമുക്കൊക്കെ പെടാൻ സാധിച്ചിട്ടുണ്ടോ? 2-മത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനല്ല, രാത്രിയുടെ പകുതി സമയം ഇബാദത്ത് എടുക്കലാണ്.
അപ്പം നേരം പുലരുവോളം ഇത് തുടരും. അപ്പം രാത്രിയുടെ പകുതി സമയം ഇബാദത്തെടുക്കുക, നേരം പുലരുവോളം ഇബാദത്തിൽ എങ്ങനെ ഉണ്ടാകും? ഇത് ഈ പതിവുകാരായ മുൻഗാമികളെ നമുക്ക് ക്ലിപ്തപ്പെടുത്തി ഇങ്ങനെ ഇന്ന ആളുകൾ എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരൊരുപാട് ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇനിയും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് ആളുകളെ പറഞ്ഞിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ ഗണത്തിൽ പകുതി മുഴുവനും ഹയാത്താക്കിയ ആളുകൾ, ഇതിങ്ങനെ സ്ഥിരമായി കൊണ്ട് നടക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ ഏറ്റവും നല്ല വഴി രാത്രി, ഇപ്പോൾ ഈ രാത്രിയുടെ പകുതി ഇബാദത്തിൽ കഴിയുന്നവരെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഏറ്റവും നല്ലൊരു രൂപം എങ്ങനെയെന്ന് വെച്ചാൽ രാത്രിയുടെ ആദ്യത്തെ 1/3 ഭാഗം ഉറങ്ങുക. അപ്പോൾ രാത്രിയെ 3 ഭാഗങ്ങളാക്കി മാറ്റുക. ഇപ്പോൾ 9 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 3 ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ആദ്യത്തെ 3 ഭാഗം, ആദ്യത്തെ ഒരു ഭാഗം 3 മണിക്കൂർ, പിന്നെ ഒരു 3 മണിക്കൂർ, പിന്നെ ഒരു 3 മണിക്കൂർ, അങ്ങനെ രാത്രിയെ മൊത്തത്തിൽ 1/3 ഭാഗമാക്കി മാറ്റുക. എന്നിട്ട് ആ 1/3 ഭാഗം, ആദ്യത്തെ 1/3 ഭാഗം ഉറങ്ങുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒടുവിലത്തെ ഭാഗത്തിനെ 6 ഭാഗങ്ങളാക്കി അതിലൊരു ഭാഗവും എന്ത് ചെയ്യുക, ഉറങ്ങുക. ബാക്കിയുള്ള മുഴുവൻ സമയവും ഇബാദത്തിലായി മുഴുകുക. രാത്രിയുടെ ഉള്ളെന്ന് പറയുന്ന സമയമാണ് ആ സമയം. ആ രാത്രിയുടെ ഉള്ളെന്ന് പറഞ്ഞാൽ ജൗഫുൽ ലൈൽ, നമ്മൾ കേട്ടിട്ടില്ല? ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ. ആ സമയത്ത് ദുആക്ക് ഇജാബത്തിൻ്റെ എത്രയോ ഹദീസുകളിലുണ്ട്. ആ ജൗഫുൽ ലൈൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്രമീകരിക്കുക. അപ്പോൾ രാത്രിയുടെ 1/3 ഭാഗം ഉറങ്ങുക, ആദ്യത്തെ 1/3 ഭാഗം. പിന്നെ അവസാനത്തിനെ 6 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗം, അവസാനത്തെ ഭാഗം ഉറങ്ങുക. ബാക്കിയുള്ള അതിൻ്റെ ഇടയിലുള്ള എല്ലാ സമയവും ഇബാദത്ത് ചെയ്യുക. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല കേട്ടോ. ആദ്യം പറഞ്ഞ് ഫുൾ ടൈം ഇബാദത്താണ് രാത്രി. ഇപ്പോൾ രണ്ടാമത്തെ മർത്തബ, രണ്ടാമത്തെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ സ്ഥാനത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ഇനി മൂന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത്, അത് രാത്രിയുടെ 1/3 ഭാഗം ഇബാദത്തിൽ മുഴുകലാണ്. ഇതിൽ രാത്രിയുടെ ആദ്യത്തെ പകുതിയും ഒടുവിലത്തെ 1/6 ഉറങ്ങുക. ബാക്കി സമയം മുഴുവൻ ഇബാദത്തിൽ കഴിയുകയും ചെയ്യുക. മൊത്തത്തിൽ രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങൽ സുന്നത്താണ്. അവസാന ഭാഗം അതെന്താന്ന് വെച്ചാൽ പിറ്റേന്ന് ഉറക്കം വരാതിരിക്കാനും ഉറക്കം തൂങ്ങാതിരിക്കാനും മുഖം മങ്ങാതിരിക്കാനും അത് പ്രയോജനപ്പെടും. ആ സമയത്തുള്ള ഉറക്കം അതിന് കാരണമാകുന്നുള്ളതാണ്. നാലാമത്തെ മർത്തബ, ഇതൊന്നും അളന്നു മുറിച്ച് കണക്കാക്കാതെ, ഇങ്ങനൊരു 1/3 ഭാഗമെന്നോ 2/1 ഭാഗമെന്നോ 6/1 ഭാഗമെന്നോ ഒന്നും കണക്കാക്കാതെ ഇബാദത്തുകൾ ചെയ്യുക. അതായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. മഹാനരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സ്വഹാബികളിലെ പ്രമുഖർ, താബിഈകളിലെ ഒരു വിഭാഗം ആളുകളൊക്കെ ഈ രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതെങ്ങനെയാണ്? രാത്രിയുടെ ആദ്യം മുതൽ തന്നെ നിസ്കാരം തുടങ്ങും. രാത്രിയുടെ ആദ്യം മുതൽ തന്നെ നിസ്കാരം തുടങ്ങും. അങ്ങനെ കഠിനമായി ഉറക്കം വന്ന് അവർ ഉറക്കമങ്ങ് കീഴ്പ്പെടുത്തുന്നൊരവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോൾ അവർ പിന്നെ ഇബാദത്ത് ചെയ്യാൻ നിൽക്കില്ല, പിന്നെ അവർ ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് വീണ്ടും അവർ ഞെട്ടി ഉണരും. അവർക്കൊക്കെ ഇബാദത്തിനോട് അത്രയും ലദ്ദത്തുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവർ ഞെട്ടി ഉണരുന്നത്. വീണ്ടും അവർ ഞെട്ടി ഉണരുമ്പോൾ വീണ്ടും അവർ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങും. ഇങ്ങനെ നിസ്കരിച്ച് ഉറക്കം വീണ്ടും കീഴ്പ്പെടുത്തും. അങ്ങനെ ഉറക്കം കീഴടക്കുമ്പോൾ വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ പിന്നീട് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നേരം പുലരുവോളം ഇബാദത്തുകളിൽ അവർ സജീവമാകും. ഇതാണ് നാലാമത്തെ മർത്തബ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്ന വഴി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹത്തുക്കളൊക്കെ സ്വീകരിച്ചിരുന്നൊരു വഴി ഇതാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഇബാദത്തിൽ ലദ്ദത്ത് ലഭിക്കാൻ കാരണമാകും. അഞ്ചാമത്തെ മർത്തബ എന്ന് പറഞ്ഞ് ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് ഇതിലെ പെടുക. അഞ്ചാമത്തെ മർത്തബ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ളതാണ്. അഥവാ 4 റക്അത്തോ 2 റക്അത്തോ നിസ്കരിക്കുക രാത്രിയിൽ. ആ 4 റക്അത്തോ 2 റക്അത്തോ നിസ്കരിച്ച് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് സമയം ചെലവഴിക്കുക. ആ സമയത്ത് ധാരാളം ദുആകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുടെ ആ ഒരു ലിസ്റ്റിൽ അവൻ പെടും, പട്ടികയിൽപ്പെടും. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഒരാട്ടിനെ കറക്കുന്ന സമയമെങ്കിലും നീ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ഈ 5ലും പെട്ടിട്ടില്ലേ? ചില ആളുകൾ ഈ 5ലും പെട്ടിട്ടുണ്ടാവില്ല. ഈ 5ലും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 1 മണിക്കൂറൊക്കെ ഇബാദത്തിലായിട്ട് ദിക്റിലായിട്ട്
തസ്ബീഹുകളിലൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കാറുണ്ടോ? ഇതിലും അഞ്ചാമത്തെ ഗണത്തിലും നമ്മൾ പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഗണത്തിൽ നമ്മൾ പെടണ്ടേ? എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ പെടാൻ വേണ്ടി ഒരു ഗണം ഉണ്ടാക്കേണ്ടി വരുമോ? ഒരു ഇനം കൂടി, ഒരു മർത്തബയും കൂടി വെക്കേണ്ടി വരുമോ? ഏതാണ് ആ മർത്തബ? സുബഹ് വാങ്ക് കൊടുക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുന്നു. സുബഹ് വാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ തഹജ്ജുദ് അവസാനിക്കുന്നു. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ ആളുകളൊക്കെ ഇതിൽ പെടുമായിരുന്നു അല്ലേ? അള്ളാഹു ഇതിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമുക്ക് പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ രാത്രി നിസ്കാരത്തിന് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 8 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. 8 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സഹായകമാകുന്ന 8 കാര്യങ്ങൾ. അതിൽ 4 പരോക്ഷവും 4 പ്രത്യക്ഷവുമാണ്. അതിലൊന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ അന്നപാനീയങ്ങൾ അമിതമാക്കാതിരിക്കലാണ്. അമിതമായി ഒരിക്കലും എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ അമിതമായി കഴിച്ചാൽ അത് ഉറക്കവും അമിതമായി തീരാൻ കാരണമാകും. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാവാൻ കാരണമാകും, കൊളസ്ട്രോൾ വരാൻ കാരണമാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകും, ശ്വാസമുട്ടിന് കാരണമാകും. പിന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ അത് വലിയ ഭാരമായി തീരും. നമുക്കൊരു ഭാരം തോന്നും നിസ്കരിക്കാൻ. രണ്ടാമത്തേത് പകല് അങ്ങേയറ്റം ഒരു മനുഷ്യൻ്റെ തോക്കത്തിനേക്കാളും അപ്പുറത്ത് കഠിനാധ്വാനം ചെയ്യാം. ഞരമ്പുകളെ ക്ഷീണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഒഴിവാക്കുക. അതും ഉറക്കിനെ ക്ഷണിച്ചു വരുത്തും. ഇത് പ്രത്യക്ഷമായ കാര്യങ്ങളാണ് കേട്ടോ. മൂന്നാമത്തത് ഉച്ചയുറക്ക് ഉപേക്ഷിക്കരുത്. കുറഞ്ഞ സമയമെങ്കിലും ഉച്ചയുറക്ക് ഉണ്ടായിരിക്കണം. അത് രാത്രി നിസ്കാരത്തിന് സഹായകമാകും. അത് സുന്നത്തും കൂടെയാണ്. ആ നിസ്കാരത്തിനൊരു പേരുണ്ട്, ആ ഉറക്കത്തിനൊരു പേരുണ്ട്. അറിയുന്നവർ പറയണേ അങ്ങനെയുള്ള ഉറക്കത്തിന്. 4, പകൽ പാപമൊന്നും ചെയ്യരുത്, ദോഷങ്ങൾ. അത് കൽബിന് ഭാരം കൂട്ടും, കാഠിന്യം കൂട്ടും. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ നിഅമത്തിൻ്റെ വഴികളൊക്കെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. പകൽ ചെയ്ത ഈ പാപം രാത്രി ചെയ്യേണ്ടതായ പുണ്യകാര്യത്തിന്, ഈ നിസ്കാരത്തിനെ തടസ്സപ്പെടുത്താൻ കാരണമാകും. ഈ പറഞ്ഞ 4 കാര്യങ്ങളും പ്രത്യക്ഷമായ 4 കാര്യങ്ങളാണ്. ഇനി പരോക്ഷമായ 4 കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഈ 4 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികളോട് അസൂയ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കുറച്ച് വിശദീകരിച്ച് പറയാനുള്ളതാണ്. മറ്റുള്ളവരോട് ഇത് കാണിക്കാതിരിക്കുക, ബിദ്അത്തുകൾ ഒഴിവാക്കുക, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ നല്ല ഏകാന്തതയോടുകൂടെ നിൽക്കുന്നതിന് തടസ്സമാകുന്ന ചിന്തകളൊക്കെ നമ്മുടെ കൽബിലേക്ക് വരിക. ഇതൊക്കെ ഒഴിവാക്കണം ഒന്നാമത്തെ. 2, കൽബിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി കഠിനമായ ഭയമുണ്ടായിരിക്കുക എന്നല്ല. ആഖിറത്തിലെ ഭയാനകമായ രംഗങ്ങളും മഹ്ശറയിലെ അവസ്ഥകളും നരകത്തിൻ്റെ തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമത്തത്, നാം ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ടല്ലോ. ഈ ഹദീസുകളിൽ എണ്ണിപ്പറഞ്ഞ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് കൃത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കി അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതെനിക്ക് ചെയ്യണം എന്നുള്ള ചിന്തകൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷ എപ്പോഴും വേണം എന്നുള്ളതാണ്. പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. 4മത്തത് ഇതാണ്, അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുക എന്നുള്ളതാണ്. അതേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിലും വലുതായിട്ടൊന്നുമില്ല. അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുക. അള്ളാഹുവിനെ ഒരാൾ പ്രേമഭാജനമാക്കി മാറ്റിയാൻ തുടങ്ങിയാൽ പിന്നെ അയാൾ ഏകാന്തതയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ സംശയിക്കേണ്ടതില്ല. പിന്നെ അയാൾക്ക് അള്ളാഹുവിനെ മാത്രം മതി എന്ന അവസ്ഥ വരും. അള്ളാഹുവിനെ എപ്പോഴും തൃപ്തിപ്പെടാനുള്ള എല്ലാ വിഷയങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, അതിൽ 4 ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ടതും 2 പരോക്ഷമായതും, ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ ബിഇദ്നില്ലാഹി തആല നമുക്കും ഈ രൂപത്തിലേക്ക് ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ കേട്ട് നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിലനിർത്താത്തവർ അത് നിലനിർത്താൻ തുടങ്ങിയാലും, നിലനിർത്തുന്നവർ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിയാലും, നിങ്ങൾ ആ ചെയ്തതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കാൻ കാരണമാകും. ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രചോദിതരായിട്ടുണ്ടെങ്കിൽ
അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരിതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും ആ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തിയാണ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.